ഈ വണ്ടി ഓടിച്ച് പോണ പെണ്ണുങ്ങളെ കാണുമ്പോ ചിരിക്കും പരിഹസിക്കും ഹോൺ അടിച്ച് പേടിപ്പിക്കൊക്കെ ചെയ്യുന്ന ആണുങ്ങളോട് ഫോൺ അടിക്കണ്ടേ ഇങ്ങളെ പേടിപ്പിക്കാനല്ല, ഞങ്ങൾക്ക് പേടിയുള്ളതുകൊണ്ട് ഫോൺ അടിക്കില്ല. അല്ല ഇങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഫോൺ അടിക്കില്ലല്ല. നിങ്ങൾക്ക് ഒരു റോഡ് തന്നെ വേണ്ടി വരും പോവാന്. അപ്പൊ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഫോൺ അടിച്ചതുകൊണ്ട്. നിങ്ങളെ വിചാരം ഞങ്ങളത് പാർട്ട് സൈക്കിൾ ഔട്ടി നടക്കുമ്പോൾ ആർടിഒക്കാർ കൊണ്ടുപോയി ലൈസൻസ് തന്നതാണെന്ന്. നിങ്ങളിട്ട് അതേ ഗ്രൗണ്ടിൽ എച്ചും എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത്. നമ്മളെടുത്ത അതേ ഗ്രൗണ്ടിലാണ് ഓല് എച്ചോട്ടൊക്കെ എടുത്തത്. ഞാൻ എന്താ വിചാരിച്ച് ഓല് വീട്ടിൽ നിന്ന് എച്ചോട്ടൊക്കെ എടുത്താണ്ട് വീഡിയോ എടുത്താണ്ട് ആർടിഒക്ക് അയച്ചെടുത്തതാണെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴത്തേക്ക് മനസ്സിലായതിപ്പോ ഒരു നമ്മളിട്ട് അതേ ഗ്രൗണ്ടിൽ പോയാണ്ട് എച്ചോട്ടൊക്കെ. പിന്നെ വണ്ടി വളക്കുമ്പോ കാലുത്തുന്നതും ഹമ്പ് വരുമ്പോ ബ്രേക്ക് കുടിക്കണമെന്നും പേടിയുള്ളതുകൊണ്ട് മാത്രല്ല, ഇതെവിടെങ്കിലും തട്ടിത്തടഞ്ഞ് വീണ് കയ്യും കാലും ഒടിച്ചിട്ട് കൈ കഴിഞ്ഞാൽ ഒരു കഞ്ഞി വെച്ചാൽ കാല് കുത്തുന്നത് ഒരിക്കലും പേടിച്ചിട്ടല്ല. അതൊരു സ്കില്ല, അത് ആണുങ്ങൾക്കില്ല. ഇത് നിങ്ങൾ ഒരാക്ഷേപിക്കാൻ അതൊരു സ്കില്ല, അത് ആണുങ്ങൾക്ക് കഴിയില്ല. അത് നിങ്ങളാക്കാൻ നിൽക്കുക കേട്ടോ. ഞങ്ങൾ വണ്ടി മേത്ത് കയറ്റിട്ട് എത്ര ആൾ മരിച്ചിരിക്കണം നിങ്ങൾ പറയാം. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് കേസുകൾ കുറവുള്ളത് സ്ത്രീകൾ വണ്ടി വെച്ചിട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് സമ്മതിച്ചാൽ നിങ്ങൾ കുത്തിയിട്ട് ആരാ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ വണ്ടി കുത്തിയിട്ട് ആരാണ് മരിച്ചത്? അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത്. ഞാൻ ആണാണെങ്കിലും ഇത് ഞാൻ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യാം. കാരണം ഓലിച്ചിട്ട് മരിച്ചിട്ടില്ലടാ. കാരണം ഒരു പോണത് 10 വരെ സ്പീഡിലാവും. അത് കുത്തിയിട്ട് എന്ത് സംഭവിക്കാനാ? ഒന്ന് മേത്ത് തട്ടിന്ന് സൈഡിക്ക് ഇങ്ങനെ വീഴും, അല്ല എത്തും പറ്റില്ല. ആരാ പറഞ്ഞ പോയിട്ട് കുത്തിയിട്ട് മരിച്ചത്? ഇത് സപ്പോർട്ട് ചെയ്തോ. ഇത്തരം ആളുകളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവരെ ഞങ്ങൾ കായികമായും മാനസികമായും നേരിട്ടിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർഷങ്ങളോളം കായികമായും മാനസികമായും ആക്കേണ്ടി വരും, നേരിടേണ്ടി വരും വർഷങ്ങളോളം. ഇപ്പോഴത്തൊന്നും എന്തായാലും കഴിയില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്.